പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമമേ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ജൂലൈ മാസം 23 ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തി അല്പസമയം കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവെ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതോർത്ത് സ്തോത്രം. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് കർത്താവിന് സ്തോത്രം, 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ എഴുന്നേൽപ്പിച്ചതിന് കർത്താവിന് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് എത്ര നല്ലവൻ, അങ്ങ് എത്ര വിശ്വസ്തൻ, അങ്ങ് മതിയായവൻ. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയോർത്ത് കർത്താവിന് നന്ദി. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. താങ്ക് യു ലോർഡ്. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവ്, ഞങ്ങളങ്ങേ വാഴ്ത്തുന്ന കർത്താവ്, ഞങ്ങളങ്ങയുടെ നാമത്തെ ഉയർത്തുന്ന കർത്താവ്, ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്ന ദൈവകൃപയ്ക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. അല്പസമയം കൂടെ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. കർത്താവിൻ്റെ ദയയെ ഓർത്തുന്ന സ്തോത്രം പറഞ്ഞേ, കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്തുന്ന സ്തോത്രം പറഞ്ഞേ, കർത്താവിൻ്റെ കൃപയെ ഓർത്തുന്ന സ്തോത്രം പറഞ്ഞേ, കർത്താവിൻ്റെ വാത്സല്യത്തെ ഓർത്തുന്ന സ്തോത്രം പറഞ്ഞേ, അവൻ നമുക്കായി കരുതുന്നത് ഓർത്ത് ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഓരോ ദിവസവും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നത് ഓർത്ത് സ്തോത്രം പറഞ്ഞാട്ടെ. ഓരോ ദിവസവും അത്ഭുതമായി നടത്തുന്നത് ഓർത്ത് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മളെ ദിനംപ്രതി സഹായിക്കുന്ന നല്ല കർത്താവിന് നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ, നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവെ, ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം പറയുന്നു, നന്ദിയോടെ സ്തോത്രം പറയുന്നു. അങ്ങ് നല്ലവനാ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ്, എല്ലാവരുടെ മേലും അങ്ങയുടെ കൃപയെ ആവരിക്കണമേ. ഇന്നിവർ ഈ മെസ്സേജ് കേൾക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിന് കാരണമാകട്ടെ, വലിയൊരു അത്ഭുതം നടക്കാൻ കാരണമായി തീരട്ടെ, വലിയൊരു വിടുതലിന് കാരണമായി തീരട്ടെ, വലിയൊരു ദൈവപ്രവൃത്തി ഇവരുടെ ജീവിതത്തിൽ നടക്കാൻ ഇന്നത്തെ മീറ്റിംഗ് ഇവരുടെ ജീവിതത്തിൽ മുഖാന്തരമായി തീരട്ടെ. ഞാനിവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുക. രോഗികളായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ, പൂർണ്ണമായ സൗഖ്യം അവരുടെ മേൽ വെളിപ്പെടുന്നതിന് നന്ദി പറയുന്ന കർത്താവ്. പ്രത്യേകിച്ച് കരിയാതിരിക്കുന്ന മുറിവുകൾ കരിയട്ടെ. ഈ ഡയബറ്റിക് ഫുഡ് കാലിൻ്റെ അടിയിൽ വ്രണം വന്നിട്ട് ഹീലാകാതിരിക്കുന്ന അവസ്ഥകൾ ഇന്ന് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആ വൂണ്ടുകൾ ഇപ്പോൾ തന്നെ ഹീലാകട്ടെ. മാംസം മാംസത്തോട് ചേരട്ടെ, ഞരമ്പ് ഞരമ്പിനോട് ചേരട്ടെ, ത്വക്ക് ത്വക്കിനോട് ചേരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ ഡയബറ്റിക് ഫുഡൊക്കെ ഇപ്പോൾ തന്നെ ഹീലാകട്ടെ. അതുപോലെ ഈ തലയിലുള്ള ഡാൻഡ്രഫ് എന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സൗഖ്യമാക്കുന്നു. പരിപൂർണ്ണ സൗഖ്യവും സ്വസ്ഥതയും തൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്നതിനായിട്ട് നന്ദി പറയുന്ന കർത്താവെ. അതുപോലെ ആമേൻ, ആമേൻ. കർത്താവെ, രക്തയോട്ട സംബന്ധമായ രോഗങ്ങൾ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ പരിപൂർണ്ണ സൗഖ്യം നടക്കട്ടെ. പൂർണ്ണ ആരോഗ്യം അവർക്ക് വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. വഴി തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടട്ടെ. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറട്ടെ. വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾ, കർത്താവെ, ഞങ്ങൾ അവരുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ തക്ക സമയത്ത് അവർക്ക് വിവാഹാലോചനകൾ വരട്ടെ. തക്കതായ വിവാഹം നടക്കുന്നതിന് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ലോകത്തെമ്പാടും കർത്താവിന് വേല ചെയ്യുന്നവരെ ഓർക്കുന്നു. അവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും കൂട്ടായിട്ടിരിക്കണമേ. അനേക വേലക്കാരി ദിവസങ്ങൾ എഴുന്നേൽക്കുവാൻ കർത്താവെ അങ്ങയുടെ വരുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രാർത്ഥന കേട്ട ദൈവത്തിന് നന്ദി. കർത്താവിന് സകല മഹത്വവും ഞങ്ങൾ കരയറ്റുന്നു, സകല പുകഴ്ചയും ഞങ്ങൾ കർത്താവിന് കരയറ്റുന്നു. കർത്താവെ, ഇന്നലത്തെ മീറ്റിങ്ങിനെ അനുഗ്രഹിച്ചൊരു സ്തോത്രം. നാളത്തെ മീറ്റിംഗ് ശ്രേഷ്ഠമാക്കി തീർക്കുന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് അനുവദിച്ചാൽ നാളെ രാത്രി നമുക്ക് മീറ്റിംഗ് ഉണ്ട്. പ്രാർത്ഥനയോടുകൂടെ അതിൽ പങ്കെടുക്കും. മറ്റുള്ളവരോടും പറയണം, പ്രാർത്ഥിക്കണം. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നാവുമായിട്ടുള്ള ബന്ധത്തിലാണ് നമ്മളോട് ആലോചന പറഞ്ഞു തന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 18:20. വായുടെ ഫലത്താൽ മനുഷ്യൻ്റെ ഉദരം നിറയും, അധരങ്ങളുടെ വിളവ് കൊണ്ടോ അവന് എന്ന് വെച്ചാൽ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കൊണ്ട് നമുക്ക് നമ്മുടെ ഉദരത്തെ അല്ലെങ്കിൽ നമുക്ക് നിറയ്ക്കാൻ കഴിയും. അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറയുന്ന ജീവൻ്റെയും മരണത്തിൻ്റെ അധികാരം നമ്മുടെ നാവിലാണ്. പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മുടെ നാവ് തെറ്റിപ്പോകാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചലഞ്ചസുകൾ വരുമ്പോൾ, അയ്യോ നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ പലപ്പോഴും എന്ത് പറ്റുന്നറിയാമോ, നമ്മൾ
പലതും അങ്ങ് മറന്നു കളയും, പലതും അങ്ങ് വിട്ടുകളയും. നമ്മൾ ദൈവവേദനാണെന്നോ അല്ലെങ്കിൽ നമ്മുടെ നാവിന് അധികാരമുണ്ടെന്നോ നമ്മുടെ നാവിലൂടെ ദൈവിക അത്ഭുതങ്ങൾ നടക്കാനുള്ള നാവാണെന്നൊന്നും നമ്മൾ ചിന്തിക്കാതെ നമ്മൾ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്നൊക്കെ പറയുന്ന പോലെ നമ്മളറിയാതെ വേണ്ടാത്ത ഇനമെല്ലാം വിളിച്ചു പറയും. അങ്ങനെ ചെയ്യരുത്. നമ്മുടെ വാക്കുകൾക്ക് ആത്മമണ്ഡലത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഒന്നോർത്ത് നോക്കിയേ, കർത്താവ് അത്തിവൃക്ഷത്തോട് പറഞ്ഞു, നീ ഇനി കായ്ക്കണ്ട. ആ ശബ്ദം, കർത്താവ് എന്തെങ്കിലും മരത്തെ തൊട്ടോ മരത്തിൻ്റെ മേലെ എന്തെങ്കിലും ചെയ്തോ? ഇല്ല. ആ ശബ്ദമാണ് ആ വൃക്ഷത്തെ ഉണക്കിയത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ സംശയിക്കാതെ എൻ്റെ നാമത്തിൽ മലയോട് മാറി നിൽക്കാൻ പറഞ്ഞ മല എന്ത് ചെയ്യും? മാറിപ്പോവും. അപ്പം അവിടെ സംഭവിക്കുന്നത് എന്താ? നമ്മുടെ നാവിൻ്റെ പവറാണ്. കർത്താവ് ഈ ആകാശവും ഭൂമിയും എല്ലാം ഉണ്ടാക്കിയ തൻ്റെ ശബ്ദത്താൽ. ഈ ശബ്ദമാണ് നമുക്ക് തന്നിരിക്കുന്നത്. സകലത്തെ സൃഷ്ടിച്ചെടുക്കാൻ ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയ ദൈവവേദനെ ഒരു ഉറപ്പ് വേണം. എൻ്റെ നാവ് ഇനി സൃഷ്ടിക്കുന്ന നാവാകും, സൗഖ്യമാക്കുന്ന നാവാകും, ജീവിപ്പിക്കുന്ന നാവാകും, തകർക്കുന്ന നാവല്ല, നശിപ്പിക്കുന്ന നാവല്ല, രോഗത്തെക്കുറിച്ചും ബലഹീനതകളെക്കുറിച്ചും പറയുന്ന നാവല്ല. എൻ്റെ നാവ് ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്ന നാവായിരിക്കും. അപ്പം നിരന്തരം ദൈവത്തിൻ്റെ മഹിമയെക്കുറിച്ച് വർണ്ണിക്കുക. ഈ നാവ് ശരിയാകണമെങ്കിൽ ചിന്ത ശരിയാകണം, നല്ലത് ചിന്തിക്കണം. നല്ലത് ചിന്തിക്കണമെങ്കിൽ നല്ലത് വായിക്കണം, നല്ലത് കേൾക്കണം, ദൈവവചനം വായിക്കണം, ദൈവവചനം കേൾക്കണം. അപ്പോൾ എന്ത് പറയാൻ പറ്റും? നല്ലത് പറയാൻ പറ്റും കേട്ടോ. നല്ലത് പറയണമെങ്കിൽ നല്ലത് കേൾക്കണം, നല്ലത് കേൾക്കണമെങ്കിൽ നല്ലത് വായിക്കണം. ഇത് രണ്ടും കൂടെ ആകുമ്പോൾ നല്ലത് പറയാൻ തുടങ്ങും. സാഹചര്യം പറയില്ല. ശരീരത്തെ നോക്കിയിട്ട് ആ ഡോക്ടർമാർ പറഞ്ഞതും സ്കാനിങ് റിപ്പോർട്ടിൽ കണ്ടതും മെഡിക്കൽ റിപ്പോർട്ടിൽ കണ്ടതും ഒന്നും പറയില്ല. കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പറയണം. ഫൈനാൻസിനെ നോക്കി അത് പറയണം, കുഞ്ഞുങ്ങളെ നോക്കി അത് പറയണം, നിങ്ങളുടെ കുടുംബത്തെ നോക്കി പറയണം. വീട്ടിലെല്ലാം അലോഹ്യമായിരിക്കാം, പ്രശ്നങ്ങളായിരിക്കാം, അതല്ല പറഞ്ഞു എൻ്റെ ഭവനം ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം കൊണ്ട് നിറഞ്ഞു കവിയും, വലിയ സന്തോഷം കൊണ്ട് എൻ്റെ ഭവനം നിറയും, വലിയ സമാധാനം കൊണ്ട് എൻ്റെ ഭവനം നിറയും എന്ന് നിരന്തരമായിട്ട് പറയണം. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ വീടും സന്തോഷവും സമാധാനവും കൊണ്ട് നിറയും. നിങ്ങളെന്ത് പറയുന്നു അതുകൊണ്ട് നിങ്ങൾ നിറയും. ജീവൻ തന്നെ പറയുക, സമൃദ്ധി തന്നെ പറയുക, സമാധാനം തന്നെ പറയുക, സൗഖ്യം തന്നെ പറയുക, സ്വസ്ഥത തന്നെ പറയുക. ഈ പ്രഭാതി കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. അനേകർക്കൊരു ബ്ലെസ്സിംഗ് ആകാൻ നിങ്ങളെ ഉപയോഗിക്കട്ടെ. നിങ്ങളുടെ നാവ് നിങ്ങൾക്ക് മാത്രമല്ല, അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ ഉയർച്ച പ്രാപിക്കും, വിശാലമാകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.